ഒരിടത്ത് ഒരു മരത്തിൽ ഒരു ആൺപക്ഷിയും ഒരു പെൺപക്ഷിയും കൂട് കെട്ടി താമസിച്ചിരുന്നു. ആദ്യമായി പെൺപക്ഷി കൂട്ടിൽ ഒരു മുട്ടയിട്ടു. പിറ്റേ ദിവസം ഒരു മുട്ടയിട്ടു. അങ്ങനെ കുറേ ദിവസം കൊണ്ട് 6-7 മുട്ടകളിട്ടു. ആൺപക്ഷിയും പെൺപക്ഷിയും മുട്ടകൾക്കരികിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു. ഈ മുട്ടകളെല്ലാം വിരിഞ്ഞ് പപ്പും പൂടയും ഉണ്ടക്കണ്ണുകളുമുള്ള കിളിക്കുഞ്ഞുങ്ങൾ പുറത്തു വരും. അവർ കൂട്ടിനുള്ളിൽ ചാടി ചാടി നടക്കും. വിശക്കുമ്പോൾ വായും പിളർന്നുകൊണ്ട് ഓടിയെത്തും. വയറ് നിറഞ്ഞാൽ പിന്നെ കണ്ണു പൂട്ടിയുറങ്ങും. കുറെ കഴിയുമ്പോൾ തങ്ങളോടൊത്ത് ഇര തേടാൻ പറന്നു വരും. പിന്നെ ഒറ്റക്കൊറ്റക്ക് പോകും. പിന്നെ തങ്ങളെപ്പോലെ ഇണയുമൊത്ത് കൂട് കെട്ടി താമസമാകും. പക്ഷേ സ്വപ്നം ചിതറിപ്പോയി. ഒരു ദിവസം പക്ഷികൾ കൂട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ കുറെ മുട്ടകൾ കണ്ടില്ല. മുട്ടകൾ എങ്ങനെ നഷ്ടപ്പെട്ടു? കിളികൾ തല പുകഞ്ഞാലോചിച്ചു. ഒരു തുമ്പും കിട്ടിയില്ല. പിറ്റേന്നും മുട്ടകൾ കുരഞ്ഞു കണ്ടു. ആരോ തങ്ങളുടെ മുട്ടകൾ അപഹരിക്കുന്നുണ്ട്. ആരായാലും അവനെ കണ്ടുപിടിക്കണം, കൊത്തി കൊല്ലണം. കിളികൾ തീരുമാനിച്ചു. അടുത്ത ദിവസം പകൽ ഇര തേടി പുറത്തു പോകാതെ ആ കിളികൾ അടുത്ത മരങ്ങളിൽ മറഞ്ഞിരുന്നു. ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് കൂട്ടിരി മരത്തിൽ കയറി. മെല്ലെ കയറി കിളിക്കൂടിന് മുന്നിലെത്തി. കൂട്ടിനുള്ളിലേക്ക് തല കടത്തി. കുറെ നേരം കഴിഞ്ഞ് തല പിൻവലിച്ചു. പഴയതിലും മെല്ലെ താഴെയിറങ്ങി ഇഴഞ്ഞുപോയി. ഈ തടിയൻ പാമ്പിനെ എങ്ങനെയാണ് വകവരുത്തുക? ആ കിളികൾ ആലോചിച്ചു. പാമ്പിനെ ഒന്നും ചെയ്യാനാവില്ല, പിന്തിരിയുക തന്നെ നല്ലത് അവർ തീരുമാനിച്ചു. അന്നു തന്നെ ദൂരെ കുളക്കരയിൽ ഒരു വലിയ മരത്തിൽ ഒരു പുത്തൻ കൂട് കെട്ടി അവർ താമസം മാറ്റി. അടുത്ത ദിവസം കിളികൾ കുളക്കരയിൽ വിഹരിക്കുമ്പോൾ ഒരു ഞണ്ടിനെ കണ്ടുമുട്ടി. ഞണ്ട് പുതിയ അതിഥികളോട് കുശലം ചോദിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? എന്താണിപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം? കിളികൾ തങ്ങളുടെ സ്വപ്നം തകർന്നുപോയ കഥ ഹൃദയവേദനയോടെ വിവരിച്ചു. ആഹാ, അങ്ങനെയാണോ? ആ പാമ്പിനെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ, ഞണ്ട് സ്വയം പറഞ്ഞു. കിളികൾ പ്രതീക്ഷയോടെ ഞണ്ടിന്റെ സഹായം അപേക്ഷിച്ചു. ഞണ്ട് പറഞ്ഞു, പാമ്പിന്റെ മാളം മുതൽ കീരിയുടെ മാളം വരെ മീനെല്ലുകൾ വിതറിയേക്കുക. അവിടെ കീരിയുണ്ടോ? പെൺകിളി സംശയം പ്രകടിപ്പിച്ചു. ആൺകിളി പറഞ്ഞു, ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞണ്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യൂ. കീരി മീൻമുള്ളിന്റെ പിന്നാലെ വരും. വന്നു പാമ്പിന്റെ മാളത്തിലെത്തും. പാമ്പിനെ കാണും, പിടികൂടുകയും ചെയ്യും. പിന്നെ ആ പാമ്പിന്റെ ശല്യം ഉണ്ടാവില്ല. കിളികൾ രണ്ടും സന്തോഷിച്ചു. പിറ്റേന്ന് കിളികൾ കുറെ മീൻമുള്ളുകൾ തേടിക്കൊണ്ടുവന്ന് ഞണ്ട് ഉപദേശിച്ചതുപോലെ ചെയ്തു. എന്നിട്ട് മരത്തിന് മുകളിൽ മറഞ്ഞിരുന്നു. കീരി മുള്ളുമണത്ത് മാളത്തിന് പുറത്തു വന്നു. മീൻമുള്ളുകൾ ഓരോന്നോരോന്നായി തിന്നു പാമ്പിന്റെ മാളത്തിന്റെ വാതുക്കലെത്തി. ഒട്ടുനേരം മണം പിടിച്ചു നിന്നു. പിന്നീട് മാളത്തിലേക്ക് പാഞ്ഞു കയറി. കുറെ കഴിഞ്ഞപ്പോൾ പാമ്പിനെയും കടിച്ചു പിടിച്ചുകൊണ്ട് പുറത്തു വന്നു. പാമ്പ് പ്രാണവേദനയോടെ പുളയുകയും വളയുകയും കരയുകയും ചെയ്തു. പക്ഷേ കീരിക്കുണ്ടോ ദയവ്? അവർ ആജന്മശത്രുക്കളല്ലേ? പാമ്പിന്റെ കഥ കഴിഞ്ഞപ്പോൾ കിളികൾ രണ്ടും ആശ്വസിച്ചു. ഇനി അവന്റെ ഉപദ്രവം ഉണ്ടാവില്ല.